എല്ലാവർക്കും നമസ്കാരം. എന്നാൽ പിന്നെ തുടങ്ങിയാലോ. ആദ്യം തന്നെ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള കാക്കല്ലേ, ജനങ്ങളെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടേ റോട്ടിൽ ഇറങ്ങിയിട്ട് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അതൊന്നും കണ്ടാലോ? ഇതിപ്പോ ആരാ? ഇത് ഇവിടുന്ന് കയറി വന്നിട്ട് പോടുന്ന. ഇതാണ് പ്രശ്നം. നമ്മളെ കാക്കാനെ പറ്റിയിട്ട് ഒരു കാര്യം പറയാൻ പറ്റൂല. അപ്പോഴേക്കിനും ഇങ്ങനത്തെ ഓരോന്ന് കയറേണ്ടി വരും. അത് പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓ, എന്താ പാട്ടില്ലേ. ഇവനിങ്ങനെ പാട്ട് പാടിയും കൊണ്ടേ നമുക്കൊരു പാട്ടും കൊണ്ട് തന്നെ മറുപടി കൊടുക്കാം. ഇന്നതാ പിടിച്ചോളി. റെഡി 1 2 3. കുണ്ടന്നാശിയെ കെട്ടിപ്പൂട്ടിയ ഭൂതത്താനെ ഇവൻ സിമ്പതി കാട്ടി പറ്റിക്കാനാ, സൂക്ഷിച്ചോളി. നാട്ടുകാരെ പറ്റിക്കാനായി പുതിയൊരു അടവുമായി കുണ്ടന്മാരെത്തി. ഈ കുണ്ടന്മാരെത്തി റോട്ടിലിറങ്ങി സിമ്പതി കാട്ടി ലൈക്കും നേടിയിടാൻ. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവന് വയറും മറ്റേതും മറിച്ചൊക്കെ കാട്ടിയിട്ട് കുറെ റീലൊക്കെ ചെയ്തു. പക്ഷെ അതിനൊന്നും വിചാരിച്ചത്ര ലൈക്ക് കിട്ടണില്ല. ഈ ആണുങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടി ആര് ലൈക്ക് കൊടുക്കാനാ? എന്നിട്ട് ഇപ്പൊ മൂപ്പര് പുതിയൊരു അടവും കൊണ്ട് ഇറങ്ങിക്ക, ചാരിറ്റി സിമ്പതി. ഇവന്റെ ഒരു കാര്യം അറിയോ? ആണായിട്ടിരിക്കണവന്റെ കാലിട്ടിരിക്കണ പാദസരത്തിന്റെ വില എത്രയാണെന്ന് അറിയോ? 4 ലക്ഷം. ഇപ്പൊ ഞാൻ പാടുന്നില്ലേ, അതിന്റെ മുന്നിലൊരു ബക്കറ്റ് ഉണ്ട്. അതിൽ ഓനൊരു 10 ഉറുപ്പിക ഇട്ടിട്ടാണ് ഓന്റെ ലൈലാന്റെ പാദം പതിഞ്ഞുള്ള മണ്ണും മജ്നൂ ഏറെ കൊതിച്ചതല്ലേ. പിന്നെ വേറൊന്നുണ്ട്, ഇപ്പൊ എല്ലായിടത്തും പറഞ്ഞു നടക്കണ വേറൊരു സിമ്പതി ഉണ്ട്. ഇനി അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഇങ്ങനെ ജനിക്കരുതെന്ന്. അല്ല, അതൊക്കെ എന്തിനാ ഇജ്ജ് പറയണേ? അതൊക്കെ അത്രയും വേദന സഹിക്കണ കുറെ ആൾക്കാർ വേറെ ഉണ്ട്. ഓല് പറയട്ടെ. 10-30 വയസ്സ് വരെ നല്ല ഒന്നാന്തരം ആണായിട്ട് നടന്നിട്ടേ ഒരു പെണ്ണും കെട്ടിയ ആളാണ് ഈ പറയുന്നത്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. പടച്ചോന്റെ സൃഷ്ടിയിലേ ഒരാണിന് വേണ്ട എല്ലാ സൗന്ദര്യം എനക്ക് തന്നിക്കണു. പിന്നെ പടപ്പുകളായിട്ട് ആവശ്യത്തിന് ഓരോന്ന് മുറിച്ചാനും പിറ്റിയാനും നടന്നാലേ ഇത് അങ്ങനെ ഇരിക്കും. ഇനിയിപ്പോ എന്താ വേണ്ടേ? കുണ്ടൻ പരിപാടി നടത്താൻ എല്ലായിടത്തും ഇപ്പൊ ലൈസൻസ് കിട്ടിയില്ലേ? അതിന് പറ്റിയ നല്ല ഒന്നാന്തരം മരക്കഴുതനെയും കിട്ടിക്കണു. ഇതൊന്ന് കണ്ടോക്കി. കണ്ടില്ലേ, ഉള്ള മസിലൊക്കെ പാടെ പിടിച്ചിട്ട് ആ മൊണ്ണനെ പിടിച്ചു നിർത്തിക്കണു. ഇനിയിപ്പോ അധികം മസിലൊന്നും പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. ഇനി എങ്ങോട്ടും പോകൂല. ഹൗ, ഇങ്ങനെ ഒരു മോയന്തിനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അതല്ല ഇപ്പൊ ഞാൻ ആലോചിക്കണേ, ഈ 35-40 വയസ്സിൽ ഇങ്ങനത്തെ കസർത്തൊക്കെ കാണിക്കണു. അപ്പൊ ഇനി കുറച്ചുകൂടി വയസ്സായി കഴിഞ്ഞാൽ എന്താ കറല്ലേ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഓ, ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. വല്ലാത്ത യാതിയില്ലേ. പിന്നെ എപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ പരിപാടി ഉണ്ടോ അവിടെയൊക്കെ പോയി മണിയടിച്ചലാണ് ഇപ്പത്തെ പരിപാടി. ഇത് വെറുതെ പറയണല്ല, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടോക്കി. എന്റെ കമന്റ് ബോക്സിൽ അധികം വരുന്ന സംഭവം എന്റെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ചിഹ്നമാണിത്. എന്തിനാണ് എന്റെ കമന്റ് ബോക്സിൽ വരുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്താണെന്ന് അടിച്ചു നോക്കല്ലേ? അല്ല, എന്താ ഇത് കോലം? അല്ല, പഞ്ചാബിൽ നിന്ന് ലോഡും വണ്ടി വരികയെന്ന് തോന്നുന്നു. ഉള്ള കെട്ടുമാറപ്പോ മൊത്തം വലിച്ചു വാരി കെട്ടിക്കുന്നു. എങ്ങനെ മാനെ ഇതൊക്കെ പാടെ ഏറ്റി നടക്കണേ എനിക്കറിയില്ല. പിന്നെന്താ പറഞ്ഞ, കമന്റ് ബോക്സിൽ മൊത്തം കൊടമണിയാണെന്നോ? അതെന്താണെന്നറിയോ? ഇതിപ്പോൾ അടിച്ചത് ഇപ്പോൾ 1 മണിയാണ്, പക്ഷെ ഞങ്ങൾക്ക് കേട്ടത് 2 മണിയായിട്ടാ. അത്രേ ഉള്ളൂ. അല്ല, അറിയാൻ പാടില്ലായിട്ട് വയ്ക്കാം. എങ്ങനെ ഇങ്ങനെ നാട് നീളം മണി അടിച്ച് നടക്കാൻ വയ്ക്കണേ? തൊലിക്കട്ടി അപാരം തന്നെ. ഒരു ലേശം ഉളുപ്പ്. തൊലിക്കട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇവരെ റീല് കണ്ടാലോ? കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുപാമാരുണ്ടാവില്ലേ? പിന്നെ നമുക്ക് എന്താ കല്യാണം പിന്നെ കുഞ്ഞുപാമാരുണ്ടാവാത്തെ? അത് അജയൻകുട്ടന് ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടാ. നമുക്കും വേണം കല്യാണം പിന്നെ കുഞ്ഞുപാമാര്. എനിക്ക് കളിക്കാൻ കൂട്ടായല്ലോ. നമുക്കും വരും കുഞ്ഞുവാവ. ഓ, കുഞ്ഞുവാവ 2 വെടുമ്പോത്തുകൾ എന്ന് പറയണില്ലേ. നമുക്കെന്താ കുഞ്ഞുവാവല്ലാത്തതെന്ന്? ഇങ്ങനെ കാട്ടിയാ എങ്ങനെയാ കുഞ്ഞുവാവ ഉണ്ടാകുക? ഇങ്ങനെ കാട്ടിയാലേ കുഞ്ഞുവാവല്ല ഉണ്ടാകുക, കുഞ്ഞുവാവുകയാണ്. ചിലക്കാണ്ട് പെയ്ക്കൊച്ച്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ സഹിക്ക. ഇവനെ ആശുപത്രി കടക്കിൽ കടന്നിട്ടൊരു സീനുണ്ട്, അതൊന്നും കണ്ടോക്കി. അയ്യോ, എന്താപ്പത്? സാമാനം ചെത്തി കളിയുന്ന മെഷീനോ? എന്താ ഈ കാണണേ? ഇവന് 2 കൽപ്പിച്ചിട്ടാട്ടോ. ഞാനൊരു വാപ്പയാൻ പോവാ. ഈ ജാസിനെ എങ്ങനെയും സഹിക്കാം, പക്ഷെ ആ മോയന്തനാശിനെ തീരെ സഹിക്കാൻ പറ്റില്ല. ഓൻ പറയണ കേട്ടില്ലേ, ഓൻ വാപ്പയാകാൻ പോകാന്ന്. അല്ല, ഇവരെന്താ ഉദ്ദേശിക്കണേ?
മൂട്ട് കൂടെ പ്രസവിച്ചാന്നോ? അല്ലാന്ന് ഇവരൊക്കെ പ്രസനം കാണുമ്പല്ലേ ആദ്യം നിങ്ങൾ പോയിട്ട് നേരത്തിൽ അപ്പിടി, പിന്നല്ലേ പ്രസവം. ഓല് പ്രസവിച്ചാ നടക്കണു. അല്ല എന്താ ഇതിനൊക്കെ പറയാ? അല്ല നിങ്ങൾ തന്നെ പറയും. ജാസിയെ എനക്കൊരു ഉപദേശം തരാം. എന്തിനാടെ ചെങ്ങായി, നല്ലൊരു സുന്ദരനായിരുന്ന എജ്ജ് ഈ ചുരിദാർ ഇട്ട് ഇത്രയും കോലം കെട്ട് നടക്കണ്. ഇനി എനക്ക് സമയമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഒന്നും മുറിച്ചിട്ടും ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. പണ്ട് പഴമക്കാർ പറയും ആനക്ക് ആനന്റെ വലിപ്പറിയില്ലാന്ന്. അതേപോലെയാണ് ജാണിന്റെ പോലെ നടന്നിരുന്നില്ലേ അപ്പം ഉണ്ടായിരുന്ന ലുക്ക്. ആണായി നടന്നപ്പോൾ ഉണ്ടായിരുന്ന എന്റെ സൗന്ദര്യം എന്താന്ന് എനക്ക് അറിയാത്തയും കൊണ്ടാ. ഇതിപ്പോ എന്താ ഉള്ള പുട്ടിയും വാരി തേച്ച് ഒരു ചുരിദാർ ഇട്ട് 2 ചിരട്ടിയും വെച്ചിട്ട്, അല്ല സോറി 2 സ്പോഞ്ചും വെച്ചിട്ടേ എന്തോ ഒരു കോലം കെട്ടി നടക്കാണ് ഇപ്പോൾ. എന്തായാലും കണ്ണി കണ്ട സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റിട്ടേ ഉള്ള ആയുസ് കളയാതെ നേരങ്ങത്തിലൊരാണിനെ പോലെ മീശയൊക്കെ പിരിച്ചിട്ട് നടക്കാനേ എനക്ക് ആയുസും ആരോഗ്യം പടച്ചോൻ തരട്ടെ. അപ്പം എന്തായാലും അടുത്തൊരു കുണ്ടൻ നായ്ക്കളെ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.